ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലും പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലും ഭാരതീയ ചികിത്സാ വകുപ്പിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിലെ BRDL ഇൻഫ്ലുവൻസർ പ്രോജക്റ്റിൽ ജൂനിയർ നഴ്സ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നഴ്സിംഗിൽ 4 വർഷ ബിരുദമുള്ളവർ നിങ്ങളുടെ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഡിസംബർ 31 രാവിലെ 11 മണിക്ക് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം IHRD റീജിയണൽ സെൻറ്ററിലുള്ള പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് വിഭാഗത്തിൽ സർവീസ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിഷയങ്ങളിൽ ഏതിലെങ്കിലും ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ IT അല്ലെങ്കിൽ VHC യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് pmdmc.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ഡിസംബർ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയെ 2024-25 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ആയുർ സാന്ത്വനം പദ്ധതിയിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് 5 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി 40 വയസ്സാണ്. TCMC അംഗീകാരം ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ വരുന്നത് ആയുർവേദം BAMC ഡിഗ്രിയാണ്. പാലിയേറ്റീവ് പരിശീലനം കിട്ടിയവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. നഴ്സ് തസ്തികയിലേക്ക് 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ആണ്. കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും നഴ്സിംഗ് കൗൺസിൽ അംഗീകാരവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സാണ്. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് DAME ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി 40 വയസ്സാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും DCA അല്ലെങ്കിൽ PGDCA ആണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഡിസംബർ 31 രാവിലെ 10:30 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ എൻഡോക്രൈനോളജി വിഭാഗത്തിന് കീഴിലെ ICMR പ്രോജക്റ്റിൽ പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 40 വയസ്സാണ്. സയൻസ് വിഷയത്തിൽ +2 പാസ്സായിരിക്കണം. കൂടാതെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിൽ 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ 1 വർഷത്തെ DMLTയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആൻഡ് കേരള മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ബയോടെക്നോളജിയും ഉണ്ടായിരിക്കണം. BSc ബിരുദം 3 വർഷത്തെ പ്രവൃത്തി പരിചയമായി കണക്കാക്കുന്നതാണ്. ക്ലിനിക്കൽ ട്രയൽസിലുള്ള GCP സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 18,000 + HR ലഭിക്കുന്നതാണ്. കരാർ കാലാവധി 1 വർഷമാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി 1 പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മണലൂർ ഗവൺമെൻറ് ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ BTECും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 28 രാവിലെ 11 മണിക്ക് മണലൂർ ഗവൺമെൻറ് ITIയിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ പരീക്ഷാഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള IT അല്ലെങ്കിൽ CS-ലുള്ള MTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ IT അല്ലെങ്കിൽ CS-ലുള്ള MSc അല്ലെങ്കിൽ IT അല്ലെങ്കിൽ CS-ലുള്ള BTech എന്നിവയിൽ ഏതെങ്കിലും റെഗുലർ ഫുൾ ടൈം കോഴ്സാണ്. കൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. DBMS നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്,
ടെക്നിക്കൽ PHP ആൻഡ് റിലേറ്റഡ് ഫ്രെയിം വർക്ക്സ് ആൻഡ് വെൽ വേഴ്സ്ഡ് ഇൻ പോസ്റ്റഡ് SQL ഓർ റിലേറ്റഡ് RDBMS ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ യോഗ്യത നേടിയ ശേഷം 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ ഫുൾ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം 31/12/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായി seci.cg@kerala.gov.in അല്ലെങ്കിൽ supdtd.cge@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് parikshabhavan.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.